പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ വന്നു നിന്ന് എനിക്കിവിടെ അമ്മയും തിരുക്കുമാരനെയും മഹത്വപ്പെടുത്താനും സാക്ഷ്യപ്പെടുത്തുവാനും സഹായിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും സ്വർഗസ്ഥനായ പിതാവിനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ ഭർത്താവിന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് പറയുവാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. 2023 ഒക്ടോബർ 23-ാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് പോസ്ട്രേറ്റിൽ ക്യാൻസറായിരുന്നു. ക്യാൻസറായപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. ആ സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് അത്രയും സ്റ്റാഫുകളുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നും എനിക്ക് മാത്രമാണ് അവിടുന്ന് ESA സഹായം ലഭിച്ചത്. അതുവഴിയാണ് ഞങ്ങൾക്ക് ഈ രോഗത്തിന് പോകാൻ, അതിൻ്റെ ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പം ഞങ്ങൾക്ക് മുന്നേ തന്നെ യേശു ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടേയിരുന്നു. ഇതിനെയെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ESA വഴിയാണ് ഞങ്ങൾ ചികിത്സയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ESAയ്ക്ക് വഴി ആദ്യമായിട്ട് ചികിത്സയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ മുത്തൂറ്റ് ഹോസ്പിറ്റലാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് ആദ്യമായിട്ട് നമുക്ക് കുറച്ച് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പർ കിട്ടാനായിട്ട് അവധി, ഈ കുറച്ച് 3-4 ദിവസത്തെ അവധിയായിട്ട് അതിൻ്റെ പേപ്പറുകൾ കിട്ടിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് പൈസ ആകത്തുള്ളല്ലോ, അപ്പോൾ അത് കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ട് ഞങ്ങൾക്ക് ടെസ്റ്റുകളൊക്കെ നടത്താം, ഇല്ലേ അത്രയും നമുക്ക് താമസിക്കും ബാക്കിയൊക്കെ ആകാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ടെസ്റ്റുകൾ നടത്തുന്നതിന് പൈസ സ്വന്തം കയ്യിൽ നിന്ന് ചിലവാക്കി പോകാമെന്ന് കരുതി ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളെ ESAയിലോട്ട് തന്നെ റെഫർ ചെയ്ത് ഡോക്ടർ ഡയറക്റ്റ് അഡ്മിറ്റാക്കി. ആ ESA വഴി തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു. ഞങ്ങൾ 5000 രൂപ ആകുമെന്ന് പറഞ്ഞാൽ ഒരു ഇത് ഞങ്ങൾക്ക് പിന്നീടാണ് മനസ്സിലായത്. 5000-ൽ നിൽക്കില്ല, 10,000-ൽ നിൽക്കില്ല എന്നുള്ളത്. അത്രയും ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമതായിട്ട് അവിടുന്ന് ഞങ്ങൾക്ക് PSA ടെസ്റ്റിനായിട്ടായിരുന്നു. അപ്പോൾ അത് അമൃതയിലോട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ESA വഴി പോകുമ്പം ഒത്തിരി ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും പേപ്പറുകൾ നമുക്ക് റെഡിയാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അമൃത ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പോൾ പേപ്പറൊക്കെ ആയിട്ട് അവിടെ കൊണ്ടുവന്ന് രാവിലെ 8 മണിക്ക് മുന്നായിട്ട് അവിടെ 7:30 ആകുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞു. 7:30 ആയപ്പോൾ ചെന്നു. അവിടെ റിസപ്ഷനിൽ പേപ്പർ കൊടുത്തപ്പം അതിൽ സീലിൻ്റെ എന്തോ ബുദ്ധിമുട്ട് കാരണം അവർക്കിത് ചെയ്യാൻ പറ്റില്ല, 27,000 രൂപ അടച്ചോ എന്നിട്ട് ചെയ്തിട്ട് പോകും, പിന്നെ അഥവാ ഈ പേപ്പർ റെഡി ആവുകയാണെങ്കിൽ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. നമ്മുടെ കയ്യിൽ പൈസയൊന്നുമില്ല, ഞങ്ങൾ രാവിലെ പോയതാണ്, അവിടെ ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ഒരു കാര്യം വെയിറ്റ് ചെയ്യും, മാഡം വരട്ടെ, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് റിസപ്ഷനിൽ നിന്ന് കുറച്ച് ദൂരെ മാറി ഞങ്ങളവിടെ കുറേ നേരമായിട്ട് 7:30-ക്ക് ചെന്ന് ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ 7:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കൗണ്ടറിലിരുന്ന് അവിടെ ഇരിക്കുമായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം 27,000 രൂപ എടുത്ത് അടയ്ക്കാനുള്ള അവസ്ഥയും ഇല്ലായിരുന്നു അന്നേരം. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും 7:45 കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ തൈലം തൊട്ട് നമുക്കിതിലൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൈലം എടുത്തു. ഞങ്ങളുടെ ആ പേപ്പറിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് അങ്ങോട്ട് കഴിഞ്ഞതുമല്ല, ആ കൗണ്ടറിൽ അങ്ങ് ഇച്ചിരി ദൂരെ മാറി അവരിയ്ക്കുന്ന ആ കൗണ്ടറിൽ നിന്ന് ഓടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ആ പേപ്പർ ഇങ്ങ് താന്നും പറഞ്ഞ് അവരത് വാങ്ങിയിട്ട് പോയി. എന്നിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ബാ ചെയ്തു തരാം, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെ തന്നെ ഫസ്റ്റ് അവിടെ കൊണ്ടുവന്ന് വിളിച്ച് എല്ലാം ചെയ്തു. അപ്പം ഹസ്ബൻഡിനെ അകത്ത് കയറ്റിയ സമയത്ത് ഞാൻ വെളിയിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് 4th സ്റ്റേജ് ആയതുകൊണ്ട് അപ്പോൾ ഡോക്ടറിനൊരു സംശയം ഉണ്ടായിരുന്നു, കാരണം ഇത് 4th സ്റ്റേജ് ആയിക്കഴിഞ്ഞാൽ അടുത്തത് പിന്നെ ബോൺസിലോട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി എന്തായാലും PSA റിസൾട്ട് വന്നപ്പോൾ പോസ്റ്ററേറ്റിൽ തൊട്ട് കുറച്ച് പുറത്തോട്ട് ഇച്ചിരി ആയിട്ടുള്ളതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഹസ്ബൻഡിന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ PSA ടെസ്റ്റ് ചെയ്യുമ്പോൾ 39 ആയിരുന്നു PSAയുടെ ടെസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ദിവസവും തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ദിവസം ഞങ്ങളെല്ലാവരും തൈലം തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾ അടുത്ത മാസം മെഡിസിൻ എടുത്ത് തുടങ്ങിയില്ല, അടുത്ത മാസം മെഡിസിൻ എടുക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് പോയി PSA ടെസ്റ്റ് ചെയ്തപ്പോൾ 39 എന്നുള്ളത് 26 ഞങ്ങൾക്ക് താഴ്ന്നു. എന്ന് വെച്ചാൽ ഒരു മരുന്നും എടുക്കാതെ തന്നെ ഞങ്ങൾക്ക് അത്രയും രോഗസൗഖ്യം അന്നേരം തന്നെ കിട്ടി. ഈ വിശുദ്ധ തൈലവും ഉപ്പും തേനും എല്ലാം ഞങ്ങൾ ദിവസവും ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അത് 26, 29, 26 അങ്ങനെ പിന്നെ ഞങ്ങൾ മാസം കുറഞ്ഞ് ഇപ്പോൾ ഞങ്ങളുടെ PSA റിസൾട്ട് എന്ന് പറയുന്നത് 0.409 വന്നിട്ടുണ്ട്. അത്രയും താഴ്ന്ന് എൻ്റെ ഹസ്ബൻഡിന് രോഗസൗഖ്യം ലഭിച്ചിട്ടുണ്ട്. പിന്നെ
എൻ്റെ മകന് കിട്ടിയൊരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പം മോൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പം ഭയങ്കര ശ്വാസം മുട്ടൽ. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം അടുത്ത ക്ലിനിക്കിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു ശ്വാസം മുട്ടലാണ്, കുഞ്ഞിനെ നെബുലൈസ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. അപ്പം നെബുലൈസ് ചെയ്യിക്കാനായിട്ട് മരുന്നെല്ലാം മേടിച്ച് നെബുലൈസ് ചെയ്യിക്കാനായിട്ടുള്ള മിഷൻ അടുത്ത വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് മരുന്നൊക്കെ ഒഴിച്ചു കുത്തിയിട്ടിട്ട് മോനോട് പറഞ്ഞു മോനെ നെബുലൈസ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സിറ്റ് ഔട്ടിലോട്ട് ഞാനും ഹസ്ബൻഡിന് വെളിയിലോട്ട് വന്നിരിക്കുമായിരുന്നു. അപ്പം മോൻ അകത്തിരുന്ന് കുത്തിയിട്ട് ഇത് കൊടുത്തതാണ്. അപ്പം മോൻ ആ സമയത്ത് ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയ സമയത്ത് ആ റൂമിൽ നിന്ന് മാറി ഇപ്പുറത്തോട്ട് മിഷനും എടുത്ത് കുത്തിയിട്ട് അവിടെ വന്ന് കുത്താൻ അങ്ങോട്ട് തുടങ്ങിയതും ഭയങ്കരനൊരു ഇടിവെട്ടിയെന്ന് വെച്ചാൽ കുഞ്ഞ് ഞങ്ങൾ വെളിയിലിരുന്നപ്പോൾ ഇവൻ നിലവിളിച്ച് ഭയങ്കരമായിട്ട് ഞങ്ങൾ പേടിച്ചുപോയി. ഇവൻ ഒരു ഭ്രാന്തനെ പോലെ അലച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചുപോയി. കുഞ്ഞ് മിഷനെല്ലാം വലിച്ചു പറിച്ച് ഓടിക്കളഞ്ഞു. ഈ കുത്തിയ സമയത്താണ് ഇടിവെട്ടിയത്. ഞങ്ങൾ ആ വെളിയിൽ നിന്ന് സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തോട്ട് കയറുമ്പം വെടിമരുന്നിൻ്റെ പോലത്തെയുള്ള മണമാണ് റൂമിനകത്ത്, കയറാൻ വയ്യ. അതേമാതിരി മണം. ഞങ്ങളത് നോക്കിയപ്പോഴാണ് കാണുന്നത് മോൻ ആ കുത്തിയ ആ സ്ഥലത്താണ് ഇടിവെട്ടിയിരിക്കുന്നത്. ആ ഇടിവെട്ടിയ സ്ഥലം ഭിത്തി അടർന്നു പോയിട്ടുണ്ടായിരുന്നു, കട്ടള പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു, ജനൽ പൊട്ടി. ആ സ്ഥലത്താണ് എൻ്റെ മോൻ ഇരുന്നത്. പക്ഷേ എൻ്റെ മോൻ ഒരു പോറലും ഏറ്റില്ല. അവനെ അവിടെ അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ അവിടെയും കാത്തുരക്ഷിച്ചു. പിന്നെ ഞങ്ങളുടെ മോളുടെ കാര്യമാണ്. അപ്പോൾ മോള് +2-ന് നല്ല യേശുവിന് ഞങ്ങൾ എന്നും മോളുടെ അടുത്ത് എക്സാമിന് പോകുമ്പോൾ മോള് +2 കഴിഞ്ഞു +2-ൻ്റെ എക്സാമിന് പോകുമ്പോൾ ഞാൻ എന്നും പറയും ഉപ്പൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് മോളുടെ കയ്യിൽ. മോൾ എന്നും അത് ഉപ്പും ഒക്കെ ആയിട്ടാണ് പോകുന്നത് എക്സാമിന്. അവൾക്ക് +2-ന് 5 A+ഉം 1 Aയും നേടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അവൾ ബ്രില്യൻറ്റിൽ ബ്രില്യൻറ്റിൽ എൻട്രൻസിൻ്റെ കോച്ചിങ്ങിന് വിടുകയായിരുന്നു. അപ്പോൾ 1 മാസം കോച്ചിങ്ങിന് പോയപ്പോഴത്തേക്ക് ഇവൾക്ക് ഭയങ്കര ടഫാണ്, പഠിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പഠിക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ അടുത്ത കോഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സമയം കഴിഞ്ഞുപോയി, അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞുപോയി. എല്ലാ കോഴ്സും നമ്മൾ നോക്കുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞുപോയി. എങ്ങും ഇല്ല, കോഴ്സ് ഒന്നും തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. ആകെ ഒരു വിഷമാവസ്ഥയിലായി. 1 വർഷം നഷ്ടപ്പെടുമല്ലോ, എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായി. അമ്മയോട് നിത്യവും ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവളുടെ ആവശ്യങ്ങളും എല്ലാം വെച്ച് ഞങ്ങളിവിടെ വന്ന് ദിവസം വരുന്ന സമയങ്ങളിലെല്ലാം ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിക്കും, മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഒരു ഫാം ഡി കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട് പരുമല പുഷ്പഗിരി ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കാനായിട്ട്. അവിടെ പോയപ്പം ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പത്രം ഒക്കെ വിതരണം ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് അഡ്മിഷൻ ക്ലോസായി, ഫുള്ള് 30 സീറ്റേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്, ഇനി കിട്ടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു മാതാവിൻ്റെ ഒരു രൂപമുണ്ട്. അവിടെ ഞങ്ങൾ നോക്കിയപ്പം കുറേ അമ്മയുടെ പത്രം അവിടെ ഇരിക്കുന്നു. ഞങ്ങളതും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരുന്നവർക്കെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അടുത്തൊരു കോളേജ് അവിടെ നിന്നുകൊണ്ട് തന്നെ നോക്കിയപ്പം KVM കോളേജ് കണ്ടു, ചേർത്തല. അങ്ങനെ ഞാൻ അവിടുത്തെ കോളേജിൽ അന്നേരം തന്നെ അവിടെ നിന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഒരൊറ്റ സീറ്റുണ്ട്, നാളെ വന്ന് നോക്കാം, ഇല്ലേ ഇന്ന് തന്നെ വരാമെങ്കിൽ ഇന്ന് തന്നെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ ഒരു സീറ്റ് അവൾക്ക് കിട്ടി. അവളവിടെ അഡ്മിഷൻ എടുത്ത് അമ്മയുടെ ഈ നാട്ടിൽ തന്നെ എൻ്റെ മകൾ ഇപ്പോൾ അവിടെ നിന്ന് പഠിക്കുന്നു. പിന്നെ എൻ്റെ മകളുടെ വേറൊരു രോഗസൗഖ്യമല്ല, അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ കാര്യം പറയാനാണ്. എൻ്റെ മോൾക്ക് ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. ഇപ്പം ഹോസ്റ്റലിൽ നിന്നാണ് ഇങ്ങോട്ട് വരാനുണ്ടായ കാരണമെന്ന് വെച്ചാൽ മോൾക്ക് കഴിഞ്ഞ ദിവസം ജപമാല റാലിയുടെ തലേ ദിവസം മോളിങ്ങനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൾക്ക് ബ്ലീഡിങ് ഉണ്ട്, മോഷൻ പോകുമ്പം ബ്ലീഡിങ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി, ഒന്നും സംഭവിക്കത്തില്ല, നമുക്ക് അമ്മയുണ്ടല്ലോ, വേറെ ആരുമല്ല, നമുക്ക് അമ്മയും തുരുക്കുമാരനും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ അത് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ ഞങ്ങൾ തിരി കത്തിച്ചു, 2 തിരിയും കത്തിച്ചു. മോളെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പോൾ അടുത്ത ദിവസമായപ്പോഴും ഞാൻ അതിന് മുന്നേ പറഞ്ഞിരുന്നു ഒക്ടോബർ 26 നമ്മുടെ റാലിക്ക് മുന്നായിട്ട് വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അന്ന് സാധിച്ചില്ല. എൻ്റെ ജോലി സ്ഥലത്തെ ലീവും കാര്യങ്ങളും കുറച്ച് കിട്ടാഴിക കൊണ്ട് എനിക്ക് വന്ന് പറയാൻ സാധിച്ചില്ല. അങ്ങനെ അടുത്ത ദിവസമായപ്പോൾ മോൾ ഇന്നലെയും വിളിച്ചിട്ട് പറഞ്ഞു വീണ്ടും അതേപോലെ പ്രശ്നം കാണിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാനെന്ന് പറഞ്ഞു മോൾ ഇന്ന് രാവിലെ വാ, നമുക്കിവിടെ ESA ഹോസ്പിറ്റലിലോട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. മോൾ ഇന്ന് രാവിലെ അച്ഛനും മോളും കൂടെ അവർ ESA ഹോസ്പിറ്റലിലോട്ടും പോയി. ഞാൻ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ബ്ലീഡിങ് എന്ന് വയ്ക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമ്മളും പേടിച്ചു, ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാനിവിടെ വന്നിരുന്നു രാവിലെ തൊട്ടേ ഇരുന്നു കരഞ്ഞ് പ്രാർത്ഥിച്ചു.
അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, മോൾക്ക് ഈ ഫുഡിൻ്റെ, അവിടുത്തെ ഹോസ്റ്റലിലെ ഫുഡിൻ്റെയോ അങ്ങനെയൊക്കെയുള്ള അവിടെ ഇച്ചിരി എരിവ് കൂടുതലായിട്ടുള്ള ഫുഡും കാര്യങ്ങളോ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും എല്ലാം ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് അതിലും വലുതായിട്ട് പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാൻ, ഞാൻ 2 വർഷമായിട്ട് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഞാൻ ESA വഴി ഇങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്, മരുന്ന് കഴിക്കുമ്പോൾ ഇച്ചിരി കുറയും, പിന്നെയും അതേപോലെ തന്നെ ഇങ്ങനെ ബ്ലീഡിങ്. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ അത് വേറെ ആളോട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ദിവസവും ഞങ്ങളെല്ലാവരും വിശുദ്ധ തൈലം എൻ്റെ വയറ്റിലും ഒക്കെ തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഉടമ്പടി എടുത്ത് എനിക്ക് ആദ്യം കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് 3-4 ദിവസം തന്നെ എൻ്റെ ആ ബ്ലീഡിങ് സ്റ്റോപ്പായി, പൂർണ്ണമായിട്ടും എനിക്കത് നിന്നു. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. എനിക്ക് ഏറ്റവും ആദ്യം കിട്ടിയ അനുഗ്രഹം അതാണ് അമ്മയിൽ നിന്നും. ഞാൻ ഒത്തിരി നാളായിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് മാനസിക പ്രയാസം ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ടും സൗഖ്യം തന്നു അമ്മ. പിന്നെ ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഞായറാഴ്ചകളിലും പറ്റുന്ന എല്ലാ ഞായറാഴ്ചകളിലും വീട്ടിൽ ഞാൻ ചോറ് വെച്ച് പൊതികെട്ടി തെരുവുകളിൽ ഇരിക്കുന്നവർക്ക് കൊണ്ട് നടന്ന് ഞങ്ങൾ കൊടുക്കും. പറ്റുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും കുടുംബത്തോടൊപ്പം, മോനും ഉണ്ട്, മോനിന്ന് വന്നിട്ടില്ല, ഞങ്ങൾ പറ്റുന്നെങ്കിൽ എല്ലാവരും തന്നെ ഒന്നിച്ചായിട്ടാണ് പോയി ചെയ്യുന്നത്. പറ്റുന്ന എല്ലാ സമയത്തും അങ്ങനെ തെരുവുകളിലിരിക്കുന്നവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ അതിൻ്റെ അടുത്ത് ഞങ്ങൾക്കൊരു വൃദ്ധസദനമുണ്ട്, അവിടെ പോയി കുറച്ച് അമ്മമാരുണ്ട്, അവരെ കാണും, അവർക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മധുരം കൊണ്ടു കൊടുക്കും, പിന്നെ അവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കും. പിന്നെ അതിലുപരി അവരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാൻ ശ്രമിക്കും. അവർക്ക് ഇതൊക്കെ കൊടുക്കുന്നതിലുപരി അവരുടെ കൂടെ കുറേ നേരം നമ്മൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അനാഥാലയത്തിൽ ഞങ്ങളല്ലാതെ ഗ്രൂപ്പായിട്ട് ചേർന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും വസ്ത്രങ്ങൾ കൊടുക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഞങ്ങൾ പത്രം വിതരണം ചെയ്യുന്നതും മെയിനായിട്ടും ആശുപത്രികളിലാണ്. ഹസ്ബൻഡ് എല്ലാ ആഴ്ചയിലും പത്രം വിതരണം ചെയ്യുന്നുണ്ട്, മുടങ്ങാതെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ, ഞാൻ ദിവസവും രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 3/4 മണിക്കൂർ, 1 മണിക്കൂർ അതിനായിട്ട് എനിക്ക് സമയം കണ്ടെത്താൻ സാധിച്ചു. അത് പ്രാർത്ഥിക്കുക വെച്ചാൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നു. എല്ലാ ദിവസവും പറ്റുന്ന എല്ലാ ദിവസവും ഞങ്ങൾ ജപമാല ചൊല്ലും, കുടുംബത്തോടൊപ്പം ജപമാല ചൊല്ലാറുണ്ട്. അതിനുള്ള അനുഗ്രഹവും ഒക്കെ ഞങ്ങൾക്ക് തന്നു. എൻ്റെ മകനും എൻ്റെ മകളും ഒക്കെ ഒപ്പം ഇരുന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം ദൈവം തന്നു. പരിശുദ്ധ